സിജോ അങ്ങനെ എയർപോർട്ടിൽ എത്തിയിരിക്കുകയാണ്. അർജുൻ കരഞ്ഞത് നാടകമാണെന്നുള്ള രീതിയിൽ പറയുന്നുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ആളുകൾ ചോദ്യം ചോദിക്കുന്നുണ്ടായിരുന്നു. സിജോ പറഞ്ഞത് ഇങ്ങനെയാണ്: ഞാൻ ഇട്ടുകൊണ്ട് വന്നിരിക്കുന്ന മാല തന്നെ അർജുൻ്റെതാണ്. ഹോട്ടൽ ടാസ്ക് നടന്നുകൊണ്ടിരുന്ന സമയത്ത് എനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ടാസ്ക് മത്സരിക്കേണ്ടെന്നാണ് ബിഗ് ബോസ് പറഞ്ഞിരുന്നത്. കാരണം 12ഓളം മെഡിസിൻസ് ഒരു ദിവസം കഴിക്കാനുണ്ടായിരുന്നു, റെസ്റ്റ് എടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ഞാൻ മത്സരിക്കണമെന്ന് പറയുകയും ആ സമയത്ത് തന്നെ കെയർ ചെയ്ത ഒരാളാണ് നന്ദന, അതുപോലെ തന്നെ സായി, അതുപോലെ തന്നെ അർജുൻ. അങ്ങനെ എനിക്ക് ബുദ്ധിമുട്ടുള്ള സമയത്ത് തന്നെ ചേർത്ത് പിടിച്ചവരാണ് ഇവർ കൂടാതെ തന്നെ ശരണ്യയുടെ പേരും അപ്പൊ സിജോ പറയുകയുണ്ടായി. ഒരാളുടെ ഇമോഷൻസിനെ ഫേക്ക് ആയിട്ട് പറയുന്നതിനോട് ഞാൻ യോജിക്കുന്നില്ല എന്ന് പുള്ളി പറഞ്ഞു. എനിക്കറിയാം എന്തോരം ക്ലോസ് ആണ് ഞങ്ങൾ രണ്ടുപേരും തമ്മിൽ എന്നുള്ളത്. അത് പിന്നെ പുറത്ത് വന്ന് ഞങ്ങൾ അങ്ങനെയായിരുന്നു ഇങ്ങനെയായിരുന്നു പ്രൂവ് ചെയ്യേണ്ട കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല. ഒരു ബന്ധത്തെ ഇങ്ങനെ പറയുന്നതിനോട് ഞാൻ യോജിക്കുന്നില്ലെന്നാണ് സിജോ പറഞ്ഞത്. സിജോ അപ്പൊ ഇന്നലെ ഇന്റർവ്യൂവിലും പറയുന്നുണ്ടായിരുന്നു അർജുൻ എന്റെ ബ്രദർ ആണെന്നുള്ള രീതിയിൽ. ഇന്ന് ഇന്ത്യ ഗേറ്റിന്റെ ഒരു പ്രമോ വന്നതിൽ അപ്പൊ അർജുൻ പറയുന്നുണ്ട് സിജോ എന്റെ ബ്രദർ ആണെന്നുള്ളത്. ഇന്നലെ ഇപ്പൊ സിജോ ഇത് തന്നെയാണ് പറഞ്ഞു. ഇന്നും സിജോ പറയുന്നുണ്ട് ഞാൻ ഹൃദയത്തോട് ചേർത്ത് വെക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് അർജുൻ എന്നുള്ളത്. ഞങ്ങൾ തമ്മിൽ എന്തോരം ക്ലോസ് ആണെന്ന് ആളുകളെ ബോധിപ്പിക്കേണ്ട കാര്യമില്ല എന്നുള്ള രീതിയിൽ തന്നെയാണ് സിജോ അവിടെ സംസാരിച്ചത്. ഇവര് തമ്മിലുള്ള ഒരു ബോണ്ടും കണ്ടിട്ടില്ല എന്നാണ് ചിലവർ പറയുന്നത്. ഒട്ടും കണ്ടിട്ടില്ല എന്നുള്ളത്. അവരൊന്നും ലൈവ് കണ്ടിട്ടില്ല എന്ന് തന്നെയാണ് ഞാൻ പറയുള്ളൂ. എന്തെങ്കിലും കുറ്റം കണ്ടുപിടിച്ച് മനഃപൂർവ്വം നെഗറ്റീവാക്കി വോട്ട് കുറിക്കുക എന്നുള്ള ഒരു കളിയാണ് പുറത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്.